സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികൾക്ക് സൗദി മന്ത്രിസഭ വിജയാശംസകൾ നേർന്നു. ജിദ്ദയിൽ ചൊവ്വാഴ്ച സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേർന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യം കാണിക്കുന്ന വലിയ താൽപ്പര്യവും ഗുണനിലവാരത്തിലുള്ള നിരന്തര ശ്രദ്ധയും മന്ത്രിസഭ ഊന്നിപ്പറഞ്ഞു. ഈ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും വിജയങ്ങളും അതാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം റിയാദ് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അഴിക്കാൻ പ്രധാന റിംഗ് റോഡ് ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിനുള്ള പരിപാടി നടപ്പിലാക്കുന്നതിനെയും മന്ത്രിസഭ അഭിനന്ദിച്ചു. ഗതാഗത സൗകര്യം വികസിപ്പിക്കാനും തലസ്ഥാനത്തെ ഗതാഗതം എളുപ്പമാക്കാനും സഹായിക്കുന്നതാണ് ഈ പദ്ധതികൾ. ജനസംഖ്യാ വളർച്ചയ്ക്കും നഗര സാമ്പത്തിക പദ്ധതികൾക്കുമൊപ്പം ആഗോള തലസ്ഥാനങ്ങളിൽ അതിന്റെ പ്രമുഖ സ്ഥാനം ഉറപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ സൗദിയും ലോകാരോഗ്യ സംഘടനയും തമ്മിലുള്ള ആദ്യത്തെ തന്ത്രപരമായ സംഭാഷണത്തിന്റെ ഫലങ്ങളെയും ഉഭയകക്ഷി ഏകോപനം തുടരുന്നതിനും സംയുക്ത സംരംഭങ്ങൾ തിരിച്ചറിയുന്നതിനുമുള്ള കരാറിനെയും മന്ത്രിസഭ പ്രശംസിച്ചു. പ്രാദേശികവും ആഗോളതലത്തിലുള്ളതുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ആഗോള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിൽ തുടരുന്ന സഹകരണവും മന്ത്രിസഭ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തുണ്ടായ എല്ലാ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളുമായും സംഘടനകളുമായും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വിവിധ തലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളും അവലോകനം ചെയ്തു. കൃത്യസമയത്ത് ID കാർഡ് പുതുക്കുന്നതിൽ പരാജയപ്പെടുന്ന പ്രവാസികൾക്ക് ID കാലാവധി കഴിഞ്ഞ് 3 ദിവസത്തിനു ശേഷം പിഴ ഈടാക്കുമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് മുന്നറിയിപ്പ് നൽകി. കാലതാമസം വരുത്തുന്ന ആദ്യ സംഭവത്തിന് 500 റിയാൽ പിഴ ചുമത്തും. പുതുക്കൽ വീണ്ടും വൈകിയാൽ പിഴ 1000 റിയാലാക്കി ഉയർത്തും. പുതുക്കൽ പ്രക്രിയ എളുപ്പമാക്കുന്നതിന് താമസക്കാർക്ക് അബ്ഷിർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഇതുവഴി പ്രവാസികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെയോ വീട്ടുജോലിക്കാരുടെയോ റെസിഡൻസ് ID ഇലക്ട്രോണിക് രീതിയിൽ പുതുക്കാൻ സാധിക്കും. അബ്ഷിർ പ്ലാറ്റ്ഫോം വഴി ഒരു ID കാർഡ് പുതുക്കുന്നതിന് ഉപയോക്താക്കൾ അവരുടെ യൂസർ IDയോ ID നമ്പറോ പാസ്വേഡോ ഉപയോഗിച്ച് അബ്ഷിർ ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്യണം. അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഒരു സ്ഥിരീകരണ ടെക്സ്റ്റ് സന്ദേശം ലഭിച്ച ശേഷം അവർക്ക് അബ്ഷിർ സേവനങ്ങളുടെ പ്രധാന പേജ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അവിടെ നിന്നും അവർ ഈ സേവനങ്ങളിലേക്ക് പോകണം. സ്പോൺസർ സേവനങ്ങൾ തിരഞ്ഞെടുത്ത് ലിസ്റ്റിൽ നിന്നും ഇഖാമ പുതുക്കൽ തിരഞ്ഞെടുക്കണം. സേവന നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്ത ശേഷം ഉപയോക്താക്കൾക്ക് ആരുടെ റെസിഡൻസിയോ IDയോ പുതുക്കേണ്ട വ്യക്തിയെ തിരഞ്ഞെടുക്കാനും ഡാറ്റ സ്ഥിരീകരിക്കാനും പുതുക്കൽ പ്രക്രിയ പൂർത്തിയാക്കാനും സാധിക്കും. പുതുക്കൽ പ്രോസസ് ചെയ്യുന്നതിന് ഏതാനും നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ആവശ്യമുള്ള കാലയളവിലേക്കുള്ള ഫീസ് അടയ്ക്കൽ, ഗുണഭോക്താവിനെതിരെ രജിസ്റ്റർ ചെയ്ത പണമടയ്ക്കാത്ത ട്രാഫിക് നിയമലംഘനങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തൽ, ഗുണഭോക്താവിന്റെ പാസ്പോർട്ട് സാധുതയുള്ളതാണെന്ന് പരിശോധിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് ജോലിക്ക് ഹാജരാകാത്തതായി ലിസ്റ്റ് ചെയ്യപ്പെട്ടവർ ആവരുത്. കൂടാതെ അവരുടെ വിരലടയാളവും ഫോട്ടോയും അതുപോലെ 6 വയസ്സിന് മുകളിലുള്ള കുടുംബാംഗങ്ങളുടെ വിരലടയാളവും സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓരോ കുടുംബത്തിനും പ്രത്യേകം പാസ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നും നിബന്ധനയുണ്ട്. പണം നൽകുന്നതായി നടിച്ച് ബാക്കി തുക ആവശ്യപ്പെട്ട് തട്ടിപ്പ് നടത്തുന്ന സംഭവങ്ങൾ രാജ്യത്ത് ആവർത്തിക്കുന്നു. ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഏറ്റവും പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്തത്. നിരവധി കടകളിൽ നിന്നും സമാന തട്ടിപ്പ് നടത്തിയ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ അറബ് രാജ്യക്കാരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണറേറ്റിലെ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ശേഷം ഉയർന്ന മൂല്യമുള്ള നോട്ട് നൽകുന്നതായി നടിക്കുകയും ബാക്കി തുക ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഇവർ പ്രയോഗിച്ച രീതിയെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ ഇവർ പണം നൽകുന്നത് പോലെ നടിക്കുക മാത്രമാണ് ചെയ്തതെന്നും പണം നൽകിയിട്ടില്ലെന്നും തിരിച്ചറിഞ്ഞ കടകളിലെ വ്യാപാരി വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പ്രതികളെ പിടികൂടുകയും ചെയ്തു. സമാന തട്ടിപ്പ് കഴിഞ്ഞ ദിവസം വടക്കൻ ബാത്തിന ഗവർണറേറ്റിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. സൊഹറിലെ കഫേയിൽ ജോലിക്കാരനിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ശേഷം ഉയർന്ന മൂല്യമുള്ള നോട്ട് നൽകുന്നതായി നടിച്ച് ബാക്കി തുക ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഇയാൾ ചെയ്തിരുന്നത്. എന്നാൽ ഇയാൾ പണം നൽകുന്നത് പോലെ നടിക്കുക മാത്രമാണ് ചെയ്തതെന്നും പണം നൽകിയിട്ടില്ലെന്നും തിരിച്ചറിഞ്ഞ കഫേയിലെ ജീവനക്കാരൻ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ പുതിയ രീതികൾ അവതരിപ്പിക്കുകയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ. സമാന രൂപത്തിലടക്കമുള്ള തട്ടിപ്പുകളെ കരുതിയിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകി. പഴയ പണം നൽകി ചില്ലറ ആവശ്യപ്പെട്ട് വ്യാപാരിയുടെ പണവും കൈക്കലാക്കുന്ന സംഘത്തെയും നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു.
രാജ്യത്തെ കെട്ടിടങ്ങളുടെ പുറംഭിത്തികൾ, ആർക്കിടെക്ചറൽ ഡിസൈനുകൾ, പുറത്തേക്കുള്ള മറ്റ് നിർമ്മിതികൾ തുടങ്ങിയവയ്ക്ക് വെള്ളയോ അതിന്റെ ഷേഡുകളോ ആയ നിറങ്ങൾ ഉപയോഗിക്കണമെന്ന് മസ്കറ്റ് നഗരസഭ ആവശ്യപ്പെട്ടു. പുറംഭാഗം ഇളം നിറത്തിലാകുന്നത് താപ ആഗിരണം കുറയ്ക്കാൻ സഹായിക്കുകയും ഇത് ഉള്ളിലെ ചൂട് നിയന്ത്രിക്കുകയും ചെയ്യും. പ്രാദേശിക രീതികളുമായി പൊരുത്തപ്പെടുന്നതിനും സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും ഒരേ വർണ്ണ പാലറ്റുകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അംബരചുംബികളായ കെട്ടിടങ്ങൾക്ക് പകരം സമാന നിലകളിലുള്ളതും നിറങ്ങളിലുള്ളതുമായ കെട്ടിടങ്ങളാണ് തലസ്ഥാനത്തിന്റെ പ്രത്യേകതയും വൈവിധ്യവുമായി വിവിധ ട്രാവൽ മാഗസിനുകൾ പരിചയപ്പെടുത്താറുണ്ട്. കരാർ പ്രകാരം സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഫർണിച്ചർ സ്ഥാപനത്തിനെതിരെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നടപടി സ്വീകരിച്ചു. സൊഹറിലാണ് നടപടിക്ക് ആസ്പദമായ സംഭവം. 1200 റിയാലിന് വിവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ഓർഡർ നൽകിയെങ്കിലും കൃത്യസമയത്ത് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിൽ സ്ഥാപനം പരാജയപ്പെട്ടതോടെയാണ് ഉപഭോക്താവ് പരാതി നൽകിയത്. അന്വേഷണം നടത്തിയ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി കരാർ ലംഘനം കണ്ടെത്തുകയും പ്രാഥമിക കോടതി ഉടമയ്ക്കെതിരെ 1 മാസം തടവും 1000 റിയാൽ പിഴയും ശിക്ഷ വിധിക്കുകയുമായിരുന്നു. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ എംബസി പരിസരത്ത് ആരംഭിക്കും. 4 മണിക്ക് അവസാനിക്കും. അംബാസിഡർ അമിത് നാരംഗ് പരിപാടിയിൽ പങ്കെടുക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അവസരം ലഭിക്കും. അതേസമയം ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് 98282270 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ ഹൗസ് സമയത്ത് ഇവരെ എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. വടക്കൻ ഷെർക്യ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഇബ്ര യൂണിറ്റ് പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച വിദേശികൾ അറസ്റ്റിലായി. ട്രക്കിൽ ഒളിച്ച് കടക്കുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയത്. 35 പേർ അറസ്റ്റിലായതായും ഇവർ ആഫ്രിക്കൻ രാജ്യക്കാരാണെന്നും പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. രാജ്യത്തേക്ക് നുഴഞ്ഞുകയറുന്നതും നുഴഞ്ഞുകയറിയവർക്ക് തൊഴിൽ, താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതും കുറ്റകരമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. മുൻകൂട്ടി അറിയിപ്പില്ലാതെ 2013 മെയ് 3 മുതൽ റദ്ദാക്കിയ ഗോഫസ്റ്റ് വിമാന കമ്പനി ടിക്കറ്റ് തുക 15 മാസം പിന്നിട്ടിട്ടും തിരിച്ചു നൽകാത്തതും സർവീസ് തുടരാത്തതും ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നു. ടിക്കറ്റ് നൽകിയ ട്രാവൽ ഏജൻസികൾക്കെതിരെ കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും യാത്ര മുടങ്ങിയവർ തയ്യാറായിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഗോഫസ്റ്റിന്റെ സർവീസുകൾ റദ്ദാക്കുന്നത്. 1 വർഷവും 3 മാസവും പൂർത്തിയായിട്ടും വിമാനക്കമ്പനിയുടെ ഭാഗത്തു നിന്നും ടിക്കറ്റ് തുക തിരിച്ചു നൽകാൻ ഒരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. താരതമ്യേന ടിക്കറ്റ് നിരക്കിൽ നേരിയ ഇളവുള്ള എയർലൈൻ ആയതിനാൽ നിരവധി യാത്രക്കാർ ട്രാവൽ ഏജൻസികൾ വഴിയും ഓൺലൈൻ വഴിയും ടിക്കറ്റ് എടുത്തിരുന്നു. ട്രാവൽസ് വഴി എടുത്തവർക്ക് ടിക്കറ്റ് തുക മടക്കി കിട്ടാൻ ശ്രമം തുടരുന്നുണ്ടെങ്കിലും ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തവർ പണം ആരോട് ചോദിക്കും എന്ന നിലയിലാണ്. രാജ്യത്ത് നിയമവിരുദ്ധമായി റോഡ് മുറിച്ചു കടന്നാൽ കാൽനട യാത്രക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം. 10 റിയാൽ പിഴയും കുറ്റം ആവർത്തിച്ചാൽ 3 മാസം വരെ തടവുമാണ് ശിക്ഷ. റോഡ് മുറിച്ചു കടക്കുന്നവർ അപകടം സൃഷ്ടിക്കുന്നത് വർദ്ധിച്ചതോടെയാണ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ മുന്നോട്ട് വന്നത്.